ഇങ്ങനെ രണ്ടിന്റെ ഇടയിലൊരു മനസ്സ് തന്നിട്ട് ഇങ്ങനെ പരീക്ഷിക്കരുത് ദൈവമേ എന്ന് മാത്രമാണ്. ഇനിയൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. ഒരു പെണ്ണായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് എനിക്ക് ജനിക്കണം, അങ്ങനെ ആവണം എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല. ഞാൻ പണ്ടത്തെ പിക്ക് കണ്ടിട്ടുണ്ട്. ലൈക്ക് അപ്പൊ ആ ഒരു പീരീഡിന് ലൈക്ക് ഈ ഒരു പീരീഡിന് മുമ്പുള്ള ഒരു ടൈമില് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ എന്റെ ബുക്കിൽ ഇങ്ങനെ എനിക്ക് ഒരു ലവ് ലെറ്റർ പോലെ എഴുതി വെച്ചിട്ട് അത് വീട്ടിൽ പിടിക്കുകയും ചെയ്തു കേട്ടോ. ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങനെ പെൺകുട്ടികളെ നോക്കുക, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് അറിയാമല്ലോ ഞാൻ എന്താന്നുള്ളത്. എൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഓർക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു ലൈഫാണ്. കാരണം കളിയാക്കല്, പരിഹാസം, അഫ്കോഴ്സ് മാറ്റി നിർത്തുക. എൻ്റെ ഉമ്മ വീട്ടു ജോലിക്കൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനോ എന്നൊക്കെ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ദൈവമേ ഇവർ തലയിൽ ഇടുത്തി വീണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒന്ന് പൊട്ടിച്ചാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് അൺലിമിറ്റഡ് ആണ് ലൈഫ്. ചോറ്, മോറുകറി, ഉണക്കമീൻ വറുത്തത്, നല്ല ഫുഡൊക്കെ കിട്ടൂല. ഫുഡൊക്കെ എങ്ങനെയാ? ഞാൻ നല്ല ഫുഡിയാണ്. ഞാൻ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. സോ നമ്മുടെ ഇപ്പൊ ഇന്നിപ്പോൾ കൂടെ ഉള്ളത് ഭയങ്കര ലവിങ്ങും ഭയങ്കര ചാർമിങ് ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ജാസിയാണ്. സോ വെൽക്കം ടു ദ ഷോ. ഹായ്. സോ ഹൗ ഇസ് ലൈഫ്? എങ്ങനെ പോകുന്നു ലൈഫ്? ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്നു. അതിനിടയ്ക്ക് ഒന്ന് ടൂറൊക്കെ പോയി, ഡൽഹിയൊക്കെ പോയി. എനിക്ക് കുറെ വല്ല ആഗ്രഹം, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാല്. ഹിമാചലിൽ പോവുക, അങ്ങനെ ഉത്തരാഖണ്ഡ്, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി കറങ്ങാൻ, ഇന്ത്യ ഒന്ന് കറങ്ങണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ കറക്കായിരുന്നു. കറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ മിനിഞ്ഞാന്നാണ് വീട്ടിലെത്തിയത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നേക്കാണ്. അതെ, റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം? തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് ടേംസ് പറയാം. ഇപ്പൊ നമുക്ക് കറന്റ് ജെൻസിയിൽ കുറച്ച് സിമിലർ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് ജെൻസി കാറ്റഗറി പെടുന്ന കുറച്ച് ടേംസ് ആയിരിക്കും. ഫസ്റ്റ് വൺ, സിറ്റുവേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരാൾ വരുന്നത് വരെ ജസ്റ്റ് നിൽക്കുന്ന ആളാണോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സിറ്റുവേഷന് വേണ്ടി മാത്രം ഒരു റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തികള്? ഒരു കുറച്ച് നേരത്തേക്ക് വേണ്ടി ഒരു സിറ്റുവേഷനിലേക്ക് മാത്രം. ഓക്കെ, പക്ക. സോ നെക്സ്റ്റ് ടൈം വന്നത് ഫ്ലിങ്. ഫ്ലിങ് എന്ന് വെച്ചാ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അറിവ് ഭയങ്കര കുറവാട്ടോ. എന്താ പറയാ, ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഫ്ലിങ് ഇല്ല, അറിയില്ല. ഫ്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഫ്ലിങ് അല്ല ഫ്ലിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ചെറിയ കുറച്ച് ടൈം ഓഫ് പീരീഡിന് വേണ്ടി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് നേരം വന്നിട്ട് പെട്ടെന്ന് ആളങ്ങ് അപ്രത്യക്ഷമാവൂല. സ്റ്റിൽ ചെറിയൊരു നേരത്തേക്ക് വേണ്ടിയിട്ട് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ് ഫ്ലിങ് എന്ന് പറയുന്നത്. ജാസിയുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഫ്ലിങ് ആയിട്ട്? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്റെ ലൈഫില്. ഇല്ല. ഉണ്ടാവാനുള്ളൊരു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിട്ടില്ല. പണ്ട്. പിന്നെ ഗോസ്റ്റിംഗ് കുറച്ചൊരു ഫെമിലിയർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഗോസ്റ്റിംഗ് കേട്ടിട്ടുണ്ടാവണം. പെട്ടെന്ന് പോകുന്ന ആൾക്കാരാണോ? കൈൻഡ് ഓഫ്. അതായത് ഒരു റിലേഷൻഷിപ്പില് പെട്ടെന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ്. ഗോസ്റ്റിംഗ് ചെയ്യാറുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇതിൽ താല്പര്യമില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സിലൊക്കെ ജസ്റ്റ് ലൈക്ക് ദുബായിലുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ അറിയാം. ഇനിയുള്ളത് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും. അതായത് നമ്മുടെ ലൈഫിലേക്ക് ഒരാളെ കാണുമ്പോ ഗ്രീൻ എന്റെ ലൈഫിലേക്കുള്ള ഒരാളാണ്, അതാണോ? റെഡ് ആണെങ്കിൽ ലൈക്ക് വേണ്ട എന്നുള്ള രീതി. ജാസിയുടെ ലൈഫിൽ ഒരു ആളെടുക്കുക, പച്ചക്കുടി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ അതായിരിക്കും ഓൾമോസ്റ്റ്. ഇപ്പൊ ജാസിയുടെ ലൈഫിൽ ഒരു ആളെടുക്കുകയാണെങ്കിൽ ആ ഒരു ബോയില് അല്ലെങ്കിൽ ഒരു മെന്നില് എന്തൊക്കെയായിരിക്കും ഗ്രീൻ ഫ്ലാഗ് എന്തൊക്കെയായിരിക്കും? ഒരു 3 എണ്ണം, റെഡ് ഫ്ലാഗ് ഒരു 3 എണ്ണം. ഞാൻ ഗ്രീൻ ഫ്ലാഗ് ഉദ്ദേശിക്കുന്നത് ആളെ ലൈഫ് നന്നായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളെ മറ്റുള്ള ആൾക്കാരെ എല്ലാവരും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ആണ്. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ ആള് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ എല്ലാത്തിനും ഉപരി നമ്മളെ സഹിക്കാൻ പറ്റണം. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തി. അപ്പൊ എനിക്ക് കുറെ നേരം സംസാരിച്ചിരിക്കുന്ന ആളാണ് കൂടുതൽ ഇഷ്ടം. റെഡ് ഫ്ലാഗ് ആണെങ്കിലോ? എനിക്ക് ഭയങ്കര ഹൈജീനിക് പേഴ്സൺ ഇഷ്ടമാണ്. ഹൈജീനിക് ആയിരിക്കുന്ന ആള്. ഇഷ്ടമല്ല. പിന്നെ രണ്ടാമത്തത്
ഈ ഫുൾ ടൈം ഫോണൊക്കെ ഉള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഫോൺ യൂസ് ചെയ്യാറുണ്ട് കൂടുതൽ. ആവശ്യം മാത്രം അങ്ങനെ കൂടുതൽ ഫോണൊക്കെ ഇരിക്കുന്നത് എനിക്ക് കുറെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി ഇഷ്ടം. ഒരാളിങ്ങനെ സൈലന്റ് ആയിട്ട് മാറിപ്പോയിരിക്കുന്നത് അല്ല അയ്യോ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇരിക്കാനേ ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ കൂടെ എപ്പോഴും ഇങ്ങനെ വൈബ് അടിച്ച് അങ്ങനെ ചില്ലാക്കി സംസാരിച്ച് കളി ഈവൻ കാറിൽ പോകുമ്പോൾ പോലും പാട്ട് വെച്ച് അത് ആസ്വദിച്ച് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആൾക്കാരെല്ലാവരും സംസാരിക്കണം, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഓർമ്മോടി റെഡ് ഫ്ലാഗ് എന്തെങ്കിലും ഓർമ്മോടി. ഈ ഉറക്കം കുറേ ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാര് ലൈഫ് അങ്ങ് ഉറങ്ങി തീർക്കാന്നൊക്കെ പറയില്ലേ, ഒരു 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാര് വെറുതെ ഉറങ്ങുക പിന്നെ ഒരുപാടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് ലൈക്ക് ഇങ്ങനെ ഉറങ്ങുന്ന അല്ലെങ്കിൽ നമ്മളെ റെസ്പോൺസ് ചെയ്യാത്ത ആൾക്കാരാണെന്നും അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ റീസെന്റ് ആയിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഒരുപാട് നേരം ടോയ്ലറ്റിൽ പോയി മൊബൈലും കൊണ്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കുറെ ലൈഫ് വെറുതെ ഉറങ്ങി തീർക്കുന്ന ആൾക്കാരെ ഇല്ല, പറ്റൂല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ കൂടെ. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ജാസി നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണുക. ഒരു ചൈൽഡ്ഹുഡ് ഇപ്പൊ പറഞ്ഞ സ്കൂൾ ഡേയ്സ് ആണെങ്കിൽ കോളേജ് ഡേയ്സ്, ആ ഒരു ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് നമുക്ക് എപ്പോ എല്ലാവർക്കും ഉണ്ടാവും കോളേജ് ഡേയ്സിൽ സ്കൂൾ ഡേയ്സിലൊക്കെ എങ്ങനെയായിരുന്നു കോളേജ് സ്കൂളൊക്കെ? എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഓർക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു ലൈഫാണ്. കാരണം കളിയാക്കല്, പരിഹാസം, അഫ്കോഴ്സ് മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫാണ് എനിക്ക് പേഴ്സണലി. കാരണം ഈവൻ സ്കൂളിൽ പോയാലും കുറെ കുട്ടികളൊക്കെ വന്ന് കളിയാക്കുക, അവർ നമ്മളെ ഇതാക്കുക, നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചൈൽഡ്ഹുഡ് അങ്ങനെ വലിയൊരു ഹാപ്പിനെസ് തരുന്ന ഒരു ലൈഫല്ല. ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ നന്നായിട്ട് ഹാപ്പിനെസ് ആയിട്ട്. പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ ഉമ്മ വീട്ടു ജോലിക്കൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനോ എന്നൊക്കെ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ഇപ്രാവശ്യം ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ഇപ്പോഴാണ്. ചൈൽഡ്ഹുഡ് ഭയങ്കര ഓർമ്മകൾ വെക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഓർമ്മകളൊന്നും പറയാനില്ല എനിക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ. എന്നാലും നമ്മള് കോളേജിലും സ്കൂളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ വല്ലോ പഠിച്ചതിന് ആരും അറിഞ്ഞ പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ച് ആരോട് പറയാത്തതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, വീട്ടിലൊക്കെ പറയാണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് നമ്മൾ ഈ കനാലിലൊക്കെ പോയി കുളിച്ചെന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങളെ സ്കൂളില് ഞാൻ GITSലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളെ സ്കൂളിന് തൊട്ടടുത്താണ് ഭാരതപ്പുഴ. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി പോയി ഒരു യൂണിഫോമിലാണ് പോയിട്ട് കുളിക്കുന്നത്. അപ്പൊ അവിടെ നാട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് ഭയങ്കര സീനൊക്കെ ആക്കിണ്ടായിരുന്നു. വീട്ടിൽ പറയണമെന്ന് കൊണ്ട് വീട്ടിൽ അച്ഛനെയും അമ്മനെയും വിളിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മൂത്താപ്പന്റെ മോനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് ഒത്തുതീർപ്പാക്കി. അല്ലെങ്കിൽ എനിക്ക് നല്ല അടി കിട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറിയോ നീന്താ? അറിയോ? ഞങ്ങൾ തൊട്ട് ഭാരതപ്പുഴയല്ലേ ചൈൽഡ്ഹുഡ് ആയിട്ട് അങ്ങനെ പോകുമ്പോഴൊക്കെ ചെറുപ്പത്തിലേ അങ്ങനെ പോലും നീന്താൻ അറിയാം എനിക്ക്. കോളേജ് എല്ലാം ഞാൻ കോഴിക്കോടായിരുന്നു. നല്ല ഫുഡൊക്കെ കിട്ടില്ല. ഫുഡൊക്കെ എങ്ങനെയാ? ഞാൻ നല്ല ഫുഡിയാണ്. ഞാൻ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് സർവ് ചെയ്യുന്നതും കുക്ക് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതും അവരത് കഴിച്ചിട്ട് ആ ഫുഡ് ആസ്വദിക്കുന്നതും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. എനിക്കത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ സൽക്കരിക്കാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറം മലബാർ ഏരിയ ആയതുകൊണ്ട് കുറച്ചും കൂടെ സൽക്കാരപ്രിയരായിരിക്കുമല്ലോ ഫുഡിന്റെ കാര്യത്തിലൊക്കെ. എന്റെ ഉമ്മ നല്ല കുക്കാ, അതുകൊണ്ട് ഉമ്മാന്റെ അങ്ങനെ കണ്ടിട്ട് കുറെ കണ്ടുപഠിക്കും. ഓൺ റെസിപ്പീസ് കുറെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചേ. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ ഫുഡ് ഞങ്ങള് കണക്റ്റഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ജീനിയാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ജീൻ പോകുമ്പോ ജാസിക്ക് ഒരു 3 വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം 3 ഐറ്റംസ്, ക്യാഷ് അല്ല, പൈസ അല്ല, പക്ഷെ 3 ഐറ്റംസ്. അത് നമുക്ക് അൺലിമിറ്റഡ് ആണ് ലൈഫിൽ. ഐറ്റം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. എന്തൊക്കെയായിരിക്കും 3 ഐറ്റം? എനിക്ക് എന്നെ എല്ലാവരും സ്നേഹിക്കണം. മെറ്റീരിയലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐറ്റം, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് അൺലിമിറ്റഡ് ആയിട്ട്. അൺലിമിറ്റഡ് ആയിട്ട് അത് ലൈഫ് ലോങ് നമുക്ക് അങ്ങോട്ട് കിട്ടും. സൺബ്ലോക്ക്. ഞാൻ സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈവൻ അത് കുറെ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ്. ചില ആൾക്കാർ പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താൽ മതി എന്ന്. നമ്മള് വീട്ടിലിപ്പോ വീട്ടമ്മമാര് ഇപ്പോ ചൂടത്തൊക്കെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇൻഡോറിലും യൂസ് ചെയ്യണം, എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്കിന്നിന് നല്ലത്, അത് നല്ലതാണ് സ്കിന്നിന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെള്ളം. അതൊക്കെ കുറെ കഴിഞ്ഞാൽ കിട്ടുന്ന പോലെ അറിയില്ല. അപ്പൊ ജീവനോട് ചോദിച്ചു വെക്കാൻ വേണ്ടിട്ടാണ്. ഇനി കുറെ ക്യാപ്സ്യൂൾ ടൈപ്പ് ഒക്കെ ആയിരിക്കും വെള്ളം. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹത്തിന്റെ ആ ഒരു ഹോർമോൺ ഒക്കെ ആവും, തീരും. വെള്ളം 2025 35 അഡ്വാൻസ് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം പറയുകയാണെങ്കിൽ
ഐറ്റം ആണോ? ഐറ്റോ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താ ഇഷ്ടമുള്ള പറയാം. ഫുഡ് ഇഷ്ടമുള്ള ഫുഡ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ചോറ്, ചോറും കറിയൊക്കെ, ബാക്കി കോമ്പിനേഷൻ കൂടിയും പറഞ്ഞു. ചോറ്, മോറുകറി, ഉണക്കമീൻ വറുത്തത്. അത് കൂടുതൽ എന്ത് വേണം. ഇപ്പൊ സപ്പോസ് ഞാനൊരു ഡയറക്ടറാ, ഞാനിപ്പോ ജാസിയുടെ ഒരു ബയോഗ്രഫി ഫിലിമായിട്ട് എടുക്കാൻ പോവാം. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആരകത്ത് ആക്ടറായിട്ട് എടുക്കും? അഭിനയിപ്പിക്കുന്നതാണോ? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നല്ലൊരാളെ വിളിക്കും ഞാൻ. അല്ല, ഇപ്പൊ കറന്റ്ലി ലൈവായിട്ട് നമ്മുടെ ആക്ട്രസ് വേണം. വാട്ടോ ആരാണെങ്കിലും ബയോഗ്രഫിയാണ്, ഒരു പേരുകൂടി ഇടണം. കീർത്തി സുരേഷ്. ഓക്കെ. കാരണം ആഷിക്ക് ഇഷ്ടമുള്ള നടിയാണ് കീർത്തി. അങ്ങനെയുണ്ട്. അപ്പൊ ആഷി ഫുൾ ടൈം സെറ്റിലുണ്ടാവും. അതിന് വേറൊരു കീർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കീർത്തി ഭയങ്കര ഇഷ്ടമാണ്. അതിനിടാൻ പറ്റിയൊരു പേരെന്ന് പറയുന്നത് എന്റെ സ്വപ്നങ്ങളുടെ എന്റെ പൂമ്പാറ്റയ്ക്ക് ചിറകില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ ഒരു ബുക്സ് വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് വായിക്കുന്നത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് മാധവിക്കുട്ടി, അതേപോലെ ബഷീർ, കുറെ നല്ല ആൾക്കാരുടെ ബുക്സ്. ഇപ്പൊ ലാസ്റ്റ് ഒക്കെ വായിച്ചത് നമ്മളെ ഇതിന്റെ എന്താണ് മല്ലി, അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം. അതിന് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീൽസ് ചെയ്തിട്ട് അവരെ മെയിൻ ബുക്കിന്റെ പേജ് അതിന്റെ റീൽസ് അവർ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി. റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തപ്പോ നോർമലി ഡാൻസ് വീഡിയോസ് അല്ലാണ്ട് അതിനകത്ത് ഒരു വീഡിയോ എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്. നമ്മുടെ ഉയരെ മൂവിയില് പാർവതിയുടെ ഒരു സംഭവം. അത് ഇപ്പൊ നോർമലി ഇൻഫ്ലുവൻസ് ചെയ്ത് വെറുതെ ലൈക്ക് ഡ്രസ് ചെയ്ത് ഇത് ഡാൻസ് പോലെ അല്ലാണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് കിട്ടി പെർഫോമൻസ്. എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യുന്ന റീൽസ് എല്ലാവരും എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ചെയ്യുന്ന റീൽസിൽ ആ കഥാപാത്രം എന്താണോ ചെയ്തിരുന്നത് ഞാൻ അതേപോലെ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ അതേപോലെ ഞാൻ ഡ്രസ്സിങ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം ഞാൻ അതേപോലെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഉർവശി ചേച്ചി, അതേപോലെ നമ്മളെ എന്താണ് കൽപ്പന ചേച്ചിയും, അതേപോലെ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ, സീമ ചേച്ചിയൊക്കെ അങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് റീൽസ് കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. ലാസ്റ്റ് ഒരു റീൽസ് ജയഭാരതിയുടെ ഒക്കെ ഇൻസ്പിറൻസ് ആയിട്ട് അത് പണ്ടത്തെ പാട്ടാണ്, ഇന്ദു പുഷ്പം ചൂടി നിൽക്കുന്നുള്ള പാട്ടും അതുപോലെ കുറെ പാട്ടുകള്. അത് ആശി. എന്റെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ആശിയാണ്. നന്നായിട്ട് എടുക്കും അവൻ. ഞാനപ്പോ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് ചെയ്യും. ഞാൻ ചില മേക്കപ്പ് ഒക്കെ സെൽഫായിട്ട് ചെയ്യും. ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ. ആ മേക്കപ്പ് അല്ല, മറ്റേ ഉയരയുടെ ഒരു മേക്കപ്പ്. മേക്കപ്പ് എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാറ്. ഒറ്റയ്ക്ക് ചെയ്യും. അവ ഹെൽപ്പ് ചെയ്യും കേട്ടോ ആശി. അത് നമ്മള് നേരത്തെ പ്ലാൻ ചെയ്ത് ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഫുള്ള് ഞാൻ ജസ്റ്റ് ആ ഫുൾ ഇത് പഠിക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് എല്ലാം ഇടുമ്പോഴും ജസ്റ്റ് അതിങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ പഠിച്ചോണ്ടേ ഇരിക്കും ഡയലോഗ്. എന്നിട്ടാണ് ഞാൻ കുറെ ടേക്ക് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വീഡിയോസ് ഒരു 1-2 ടേക്കിൽ ഓക്കെ ആക്കണം. കാരണം കുറെ എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അതിൽ ഏത് വീഡിയോസ് നല്ലത് എന്നുള്ളത്. 2 ആകുമ്പോൾ നമുക്ക് ചൂസ് ചെയ്ത് വേഗം ഓക്കെ ആക്കാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് മാക്സിമം ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉണ്ടാവും. കാരണം അത്ര ഞാൻ പഠിക്കും ഡയലോഗ് ആദ്യം, എന്നിട്ട് ഒരു 2-3 ടേക്കിന്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാക്കും. ഈ വീഡിയോ ഒക്കെ എത്ര നാളായി പണ്ടോട്ട് ചെയ്യലുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. റീൽസ് അന്ന് ടിക്ടോക്കും മാഷൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്തു. പക്ഷെ അപ്പഴൊന്നും ഇത്ര വലിയ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിൽ ടിക്ടോക്ക് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഫേമസ് ആയി ഇങ്ങനെ കുറച്ച് വീഡിയോസ്. അതെ, പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടാണ് പിന്നെ ഇങ്ങനെ എല്ലാവരും വീഡിയോസ് ഒക്കെ എടുത്തു നോക്കാൻ തുടങ്ങി. അന്ന് സെൽഫ് ഒറ്റയ്ക്ക് തന്നെയാണ്. ഇപ്പൊ ആശയുള്ളതുകൊണ്ട് ആശിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ മാപ്പിള സോങ്സ് ഒക്കെ ചെയ്യും. അല്ലാണ്ട് നോർമൽ കഥാപാത്രങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ഞാൻ ഇപ്പോഴും ചെയ്യാറ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇൻഫ്ലുവൻസർ ലൈഫ് അല്ലാണ്ട് അതർ ദാൻ ദാറ്റ് എന്തൊക്കെയാണ് ലൈഫിൽ ഹോബീസും കാര്യങ്ങളും? നോർമൽ വീട്ടമ്മ പോലെ തന്നെ. വീട്ടില് രാവിലെ എണീക്കും, ഫുഡ് ഉണ്ടാക്കും, റൂം ക്ലീൻ ചെയ്യും, പിന്നെ അങ്ങനെ വാഷ് ചെയ്യും ഡ്രസ്സ്. അങ്ങനെ നോർമൽ ഒരു വീട്ടമ്മ എന്തൊക്കെ ചെയ്യും അത് തന്നെ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആണ് നമ്മളിങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഞാൻ നോർമലി അല്ല. എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വളരെ നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഡെയിലി ലൈഫ് അങ്ങനെ ഒരു കാര്യങ്ങളാണ് പോകുന്നത്. വേറെ ഹോബി കാര്യങ്ങളൊന്നും വേറെ. ബുക്സ് വായിക്കും നന്നായിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബുക്സ്. ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ തന്നെ ഒരു പേജ് ഉണ്ട്. ആ പേജ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ പേജിൽ ഇങ്ങനെ ബുക്സിന്റെ പോലെ തന്നെ അവർ പേജുകൾ കൊടുക്കും. അങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മാറ്റി മാറ്റി വായിക്കാൻ പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പേജുകൾ, അതിലെ കഥകളൊക്കെ വായിക്കും. അതേപോലെ കാർട്ടൂൺസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കാറില്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്നെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഞാൻ ഉണ്ടാക്കും. വീട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള പോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമില്ല. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം എനിക്ക്. ഇപ്പൊ നമ്മളിപ്പോ ലൈഫിൽ എപ്പോഴും പറയില്ല, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാ, നമ്മളിപ്പോ ഒരു കാര്യം, ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു ഇത് എത്തണം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ലോങ് ടൈം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗോൾ. ഇപ്പൊ ജാസി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് നല്ലൊരു എന്താ പറയാ, ഒരു സിനിമയുടെ ഭാഗമാവണം. അത് വലിയ ഒരു എന്താ പറയാ ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു എൻ്റെ സിനിമ നോക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഓർത്തിരിക്കണം. അങ്ങനെ ഒരു ഒരു സിനിമയുടെ ഭാഗമാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. ഒരു ഉയരയുടെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. എനിക്കിങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചാൻസ് വരുന്നുണ്ട് നല്ലതൊക്കെ, പക്ഷെ ഇപ്പൊ വരുന്ന ചാൻസ് വേറെ വേറെ ഇതാണ്. നല്ലത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും സിനിമകൾ. എനിക്ക് ഇഷ്ടമാണ് നല്ല സിനിമയുടെ ഭാഗമാവാൻ. മുമ്പ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും? ഇല്ല, ഞാൻ ടെലിഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്, അതേപോലെ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിലിം ചെയ്തിട്ടില്ല ഇതുവരെ. ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്റെ ലൈഫിൽ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്റെ ഒരു ബിഗ് സ്ക്രീനിൽ എനിക്ക് എന്നെ കാണണം. അതാണ് എന്റെ ഒരു വലിയ ഡ്രീം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇൻ പാസ്റ്റ് ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു ദിവസം, നമ്മളെല്ലാവരും ഉണ്ടാവില്ല, ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ ഒരിക്കലും മറക്കൂലാത്ത മെമ്മറബിൾ ആയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഏതായിരിക്കും? അത് എൻ്റെ ആഷിയുടെയും ഒരു നിക്കാഹ് ഫംഗ്ഷൻ. അതാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നല്ലൊരു മുഹൂർത്തം. ആ സമയത്ത് ഞാൻ ഭയങ്കര അത് തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല, അത്രയും ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. അതിങ്ങനെ എൻ്റെ കണ്ണിൽ ഫുള്ള് കണ്ണടക്കുമ്പോഴൊക്കെ ആ വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതാണ് ഏറ്റവും ഒരിക്കലും മറക്കില്ലാത്ത ദിവസം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഐഡിയാസ് ഒക്കെ ആരാ ജനറേറ്റ് ചെയ്യാറ്? നമ്മൾ തന്നെ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ ഒരു നല്ല റീൽസ് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും സേവ് ആക്കി വെക്കും. എന്നിട്ട് പിന്നെ അത് ആ കഥാപാത്രം ഞാൻ ഫുള്ള് ഇങ്ങനെ ഡയലോഗ് ഫുള്ള് പഠിച്ചതിന് ശേഷം പിന്നെ അതേ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അതേപോലെ ചെയ്യാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഒരു റീൽസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് വീഡിയോസ് അല്ലെങ്കിൽ 50 സെക്കൻഡ് വീഡിയോസിന്റെ പുറകിൽ കുറെ എഫർട്ട് ഇടുന്നുണ്ട് നമ്മള്. അതിപ്പോ ഒരുപാട്, കാരണം ഇപ്പൊ എനിക്ക് അത്യാവശ്യം കുറച്ച് ആൾക്കാർ എന്നെ അറിയണോണ്ടായിരിക്കും എനിക്ക് ലൈക്കും കമന്റും. പക്ഷെ ഞാൻ ചില വീഡിയോസ് കാണാൻ അവർ ചെയ്യുന്ന അഭിനയമൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ അവർക്ക് ലൈക്കും റീച്ചും കുറവായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിന് കൊടുക്കുന്ന എഫേർട്ടൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ ഉയരയിലെ മേക്കപ്പ് ചെയ്തില്ലേ, അത് ഓൾറെഡി വേറൊരു കുട്ടി ചെയ്തത് അടിപൊളിയാണ്. പക്ഷെ ആ കുട്ടിക്ക് ലൈക്ക് കുറവാണ്, പക്ഷെ വളരെ നന്നായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് അക്കൗണ്ട് നോക്കിയപ്പോ അതിനകത്ത് ഈ കമന്റ്സിനൊക്കെ മറ്റേ റിപ്ലൈ വീഡിയോ ആയിട്ട് ഇട്ടേക്കണുണ്ട്. മറ്റേ കുഴിയിൽ കാട്ടി അച്ഛനുണ്ടോ മറ്റേ പാട്ട്. അത് ഞാൻ വേർന്നിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ആ പടത്തിന്റെ പേര് എനിക്കറിയില്ല, വല്യേട്ടൻ എന്നാണോ? അല്ല, വല്യേട്ടനല്ല, മോഹൻലാലിന് അനിയത്തിമാരായിട്ട് ബാലേട്ടൻ. ആ സിനിമയിൽ അവന്റെ അമ്മ പറയല്ലോ, ഇല്ലടാ നീ ഒരിക്കലും നന്നാവില്ല, നശിച്ചു പോകും നീ എന്നറിയില്ല. ആ ഡയലോഗ് അല്ല, അത് ഞാൻ ഓൾറെഡി ഒരാൾ റീൽസ് കണ്ടപ്പോ ഞാൻ ചെയ്തതാണ്, ആ മറുപടി കൊടുത്തിട്ട്. പക്ഷെ ഈ ഒരിക്കലും നന്നാവുന്നില്ലടാ എന്നുള്ളത് ഞാൻ എന്റെ കൈ നിട്ടത് ചെയ്തതാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു കമന്റ് നോക്കിയിട്ട് ഇതിലെങ്കിലും റിപ്ലൈ കമന്റ് നോക്കണ ആവശ്യമില്ല. എന്റെ കമന്റ് ബോക്സ് ഫുള്ള് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ നെഗറ്റീവ് ഒരു കമന്റ് വേണം, ഓക്കെ, അത് അടുത്ത എനിക്കറിയില്ല അങ്ങനെ എന്താ എല്ലാവരും അങ്ങനെ കമന്റ് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് പുറത്തൊന്നും ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇപ്പൊ ഇത്രയും കമന്റുകൾ വരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ പുറത്തൊക്കെ പാർട്ടിക്ക് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പുറത്ത് ഇറങ്ങുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു പുറത്തു നിന്നും എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് വന്ന് സംസാരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ചോദിക്കും, എനിക്ക് ഇത്രയും എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ വന്ന് സംസാരിക്കും, പിന്നെ ആരാ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് എന്നുള്ള എന്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. എനിക്ക് പുറത്തുനിന്ന് ഇതുവരെ അങ്ങനെ നെഗറ്റീവ് വന്നിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനെ കളിയാക്കുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാവാറുണ്ട്. ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ കാലമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. ഒന്നെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട്. എനിക്ക് ഒരിക്കലും ഒരു പെണ്ണായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പെണ്ണായിട്ട് എനിക്ക് ജനിക്കണം, അങ്ങനെ ആവണം എന്നുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എനിക്ക് ആൺകുട്ടിയായാലും മതി. പക്ഷെ ഇങ്ങനെ രണ്ടിൻ്റെ ഇടയിലൊരു മനസ്സ് തന്നിട്ട് ഇങ്ങനെ പരീക്ഷിക്കരുത് ദൈവമേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതം വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ.
ഇപ്പൊ ജാസിനെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഒരു പീരീഡ് ഓഫ് ടൈമിന് മുമ്പ് വരെ ഒരു മാൻ അല്ലെങ്കിൽ ഒരു ബോയിനെ എങ്ങനെയാണോ സൊസൈറ്റി കാണുന്നതെന്നും ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഗേളിനെ സൊസൈറ്റി എങ്ങനെയാണ് കാണുന്നതെന്നും രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി വിച്ച് വൺ ഈസ് ബെറ്റർ, ലൈക്ക് ഈസി ഏതാണ്? ഇപ്പൊ രണ്ട് ഫേസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒരു പീരീഡിന് മുമ്പ് ആളുകൾ നമ്മളൊരു ബോയ് ആയിട്ടും ലൈക്ക് കാണുന്ന കാഴ്ചയിലും നമ്മളെ കൺസിഡർ ചെയ്യുന്നൊക്കെ അങ്ങനെയായിരിക്കും. ഇപ്പൊ ഒരു പോയിന്റിന് ശേഷം ഗേൾ ആയിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഒരു വുമൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ കമ്പാരിറ്റീവ്ലി ഇൻ ദിസ് കറന്റ് സൊസൈറ്റിയിൽ നമുക്കൊരു മെൻ ആയിട്ട് ജീവിക്കാനാണോ വുമൻ ആയിട്ട് ജീവിക്കാനാണോ ഈസി? നല്ല ക്വസ്റ്റ്യൻ. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, പെൺകുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. ലൈക്ക് വൈ? അത് ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ അവർക്ക് പുറത്തു പോവാം. പെൺകുട്ടികൾക്കാകുമ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരാളെ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് ഒരാളെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരിക്കലും രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പോൾ ഒരു ആണാണ് സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, നമുക്ക് ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പെണ്ണാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പാർട്ട്ണറായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് നല്ല ആക്സെപ്റ്റേഷനും നമുക്ക് റെസ്പെക്റ്റും കിട്ടുമ്പോൾ അതും ഭയങ്കര ഒരു കാര്യമാണ്. ചിലപ്പോൾ പെൺകുട്ടികൾക്ക് പല ഭാഗത്തും ഭയങ്കര കൺസിഡറേഷനും ആക്സെപ്റ്റേഷനും ഒക്കെ കിട്ടുമ്പോൾ ഇതാണ്. പക്ഷെ മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ കുറച്ച് പാട് തന്നെയാണ്, കുറച്ച് റിസ്ക് ആണ്. അതെ, ബട്ട് സ്റ്റിൽ ഇപ്പൊ ബീങ് ഒരു മദർ എന്നൊക്കെ ഉള്ളൊരു പ്രിവിലേജും കാര്യങ്ങളൊക്കെ അവർക്കല്ലേ കൂടുതലുള്ളത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് രണ്ടും ഇപ്പൊ ഈക്വലി രണ്ടുപേരും ഓക്കെയാണ്. ആണായാലും പെണ്ണായാലും ഈക്വലി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഓക്കെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ റെസ്പെക്ട് കൊടുക്കുന്നത് സ്ത്രീകൾക്കാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഇപ്പൊ ഞാൻ സ്കൂളിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പണ്ടത്തെ പിക്ക് കണ്ടിട്ടുണ്ട്. ലൈക്ക് അപ്പൊ ആ ഒരു പീരീഡിന് ലൈക്ക് ഈ ഒരു പീരീഡിന് മുമ്പുള്ള ഒരു ടൈമില് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു, അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു. സോ ആ ടൈമിൽ ഇപ്പൊ ഇവരുടെ ഗേൾസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാം. അപ്പൊ എങ്ങനെ നമ്മൾ അവരെ കാര്യം ഇങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൾറെഡി എനിക്ക് എന്റെ ബുക്സിന്റെ ഇടയിൽ കത്ത് വെച്ചിട്ട് പെൺകുട്ടികൾ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ പറയും, എനിക്ക് നല്ല ഫ്രണ്ടായിട്ടാണ് എനിക്ക് പറ്റത്തുള്ളൂ, എനിക്ക് അങ്ങനെ പറ്റൂല എന്നൊക്കെ പറയും. കാരണം ആ സമയത്ത് ഓൾറെഡി നല്ല ബിയേഡൊക്കെ വെച്ച് നല്ല അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഇങ്ങനെ പെൺകുട്ടികൾ നോക്കുക, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് അറിയാമല്ലോ ഞാൻ എന്താന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വലിയ മൈൻഡ് എടുക്കാറുണ്ടോ? എന്റെ കൂട്ടുകാരൊക്കെ പണ്ട് പറയായിരുന്നു, ജാസിന് പണ്ട് ഇങ്ങനെ ആൺലുക്കിനാണ് എന്തും ഭംഗിയായിരുന്നു, ഓ ഞങ്ങൾക്കൊന്നും ഈ താടിയോ ഈ ഭംഗിയൊന്നും തന്നില്ല, എന്തെങ്കിലും ഞങ്ങളൊക്കെ പൊളിച്ചേരെന്നൊക്കെ പറയാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കിടിലൻ മെമ്മറി എന്തെങ്കിലും ഉണ്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നമ്മുടെ പുറകത്തെ, ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞേക്കല്ലേ ഇവള് പുറകെ തന്നെ കൂടിയേക്ക്. ഈ സ്കൂളില് ഇങ്ങനെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ എന്റെ ബുക്കില് ഇങ്ങനെ എനിക്ക് ഒരു ലവ് ലെറ്റർ പോലെ എഴുതി വെച്ചിട്ട് അത് വീട്ടിൽ പിടിക്കും ചെയ്തു കേട്ടോ, ചേച്ചി പിടിച്ചു. പക്ഷെ അതിങ്ങനെ ആ ഓർമ്മ എപ്പോഴും സ്റ്റിൽ എനിക്കുണ്ട്. ആളെ എൻ്റെ എൻ്റെ വീടിന്റെ കുറച്ചടുത്താണ്. ഇപ്പൊ ആളെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പോ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, നല്ല സുഹൃത്തായിട്ട് ഇപ്പോഴും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കമന്റ് ഒക്കെ കാണുമ്പോ നോർമലി എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ചിലതൊക്കെ നമുക്ക് കാണുമ്പോ ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫിൽ കമന്റ് കാണുമ്പോ ഇതുവരെ അങ്ങനെ ആരോടും അങ്ങനെ പൊട്ടിക്കണം, കാരണം എന്റെ ഓൾമോസ്റ്റ് എന്റെ കമന്റുകൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ നിരത്തി എല്ലാരും പൊട്ടിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കമന്റ് കാണുമ്പോ എനിക്ക് ഒന്നാമത്തെ കമന്റുകൾ വായിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ വീഡിയോസ് ഇട്ട് അങ്ങ് പോവത്തേ ഉള്ളൂ, കമന്റ് നോക്കി വായിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ രണ്ടാമത് എനിക്ക് ഒന്നങ്ങ് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നത് ഈ യൂട്യൂബ് ചാനലിൽ കുറെ ആൾക്കാരുണ്ട്, അവര് ഒന്നും അറിയാണ്ട്, ഇപ്പൊ ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻ എന്താണെന്നോ അറിയാണ്ട് എവിടുന്നോ തുപ്പലും തൊമ്മലും എടുത്തിട്ട് അങ്ങ് പറഞ്ഞ് കൂട്ടിക്കിട്ട് ജാസിയും ആശയും പിരിഞ്ഞു, അവന്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഇവൻ അതല്ല ഇവൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ ഓ എന്റെ ദൈവമേ ഇവര് തലയിൽ ഇടുത്തി വീണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ ഒന്ന് പൊട്ടിച്ചാലെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ സ്ഥിരമായിട്ട് ട്രോളുന്ന കുറച്ച് ആൾക്കാർ, സ്ഥിര മെമ്പേഴ്സ്, ഇവർക്ക് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻ എന്താണ് ഒന്നും അറിയില്ല. ഇവര് പറയുന്നത് ഓ ആ ഉമ്മ അങ്ങനെ കണ്ണ്, ഇവരെ വീട്ടിലെ ഉമ്മമാരെ റെസ്പെക്ട് ചെയ്യണ്ടോ അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ എന്നിട്ടും അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ എന്നെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ഈ ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി എന്തും വലിച്ചയച്ച് സംസാരിക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരുത്തനെ മുമ്പിൽ കിട്ടാൻ എന്ത് പറയും?
അങ്ങനെ എടുത്ത് മുമ്പിൽ കിട്ടി കഴിഞ്ഞാൽ പറയില്ല, ഞാൻ കൊടുക്കായിരിക്കും ചെയ്യാം. പിന്നെ എനിക്ക് ദേഷ്യമാണ് അങ്ങനെ നമ്മളെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഇവർ എന്താണ് ഈ പറയുന്നത്, എന്താണ് ഇവർ ഈ സൊസൈറ്റിയിൽ കാരണം എന്നെ അവർ അടിച്ചമർത്തി എന്നെ എല്ലാവരും വെറുക്കണം, അതാണ് അവരുടെ മെയിൻ ഇമ്പാക്ട്. അതിനുവേണ്ടി എന്തൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് ഇടക്ക്. സ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെന്ത് ചെയ്തിട്ടാണ് ഇതെന്താ ഇവര് എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ ആരൊക്കെ എന്തൊക്കെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വന്ന് ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എന്നെ വിറ്റവര് ക്യാഷ് ഉണ്ടാക്കി അരി അങ്ങനെ വാങ്ങട്ടെ ഞാൻ അങ്ങനെ പോയിട്ട് വെറുതെ വെറുക്കുന്നു പറഞ്ഞില്ലേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു തഗ് ലൈഫ് മൂവിയിലെ ഒരു പാട്ട് പാടിയ ആളുടെ പേര് ഞാൻ മറന്നു, ഈ ചിന്മയാന്ന് പറഞ്ഞിട്ട് ഒരു 8 years ആയിട്ട് എന്തോ ഇൻഡസ്ട്രിന്ന് ബാനോ അങ്ങനെ കിട്ടിയിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു 8 years ആള് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നിട്ടും സ്റ്റിൽ ഇപ്പൊ ഈ ആ ഒരു തഗ് ലൈഫിലെ സോങ് ഓൺ സ്റ്റേജിൽ പാടിയിട്ട് ഭയങ്കരമായിട്ട് എല്ലാരും കൂടി സപ്പോർട്ടൊക്കെ ചെയ്ത് ആ ഒരു ഹെയ്റ്റിനെ അത്രയും ഒരു ലവിങ് ഇതൊക്കെ ഇപ്പൊ ജാസി എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഹെയ്റ്റ് കമന്റ്സ് ഇടുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു ദിവസം ലൈക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ദിവസം എന്നെ അറിയുന്ന ആൾക്കാർ ഒരിക്കലും എന്നെ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനോ നിൽക്കൂല. കാരണം എനിക്ക് ഓൾറെഡി അനുഭവം ഉണ്ടായിട്ടില്ല. പല ആൾക്കാരും എന്നെ പണ്ട് ട്രോളിയിട്ടുള്ള ആൾക്കാർ പേഴ്സണലി പിന്നെ അവർ എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എന്നോട് പറയും, അയ്യോ ജാസി ഇത്രയും പാവാന്ന് അറിഞ്ഞില്ല, ജാസി ഞങ്ങൾ പണ്ട് പലതും പറഞ്ഞ് ട്രോളിയിട്ടുണ്ടായിരുന്നു, ജാസി പൊറുക്കണം ക്ഷമിക്കണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാം, എന്നെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്നോട് ഇടപെടുന്ന ആൾക്കാരോ ഒരിക്കലും എന്നെ നെഗറ്റീവ് പറയത്തില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർ മാറും. സമൂഹമല്ല, ആൾക്കാരെ മൈൻഡ് അല്ലേ. ചിലപ്പോൾ നല്ലത് കണ്ട അവർ നല്ലത് പറഞ്ഞത് ഇതാക്കും. ഇപ്പൊ എത്രയോ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം മാറും, അംഗീകാരം. അതെനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട്. അതിപ്പോ ഇത് ചോദിച്ചപ്പോ ഒരു നാൾ നിന്നെ സമൂഹം അംഗീകരിക്കും, അന്ന് ലോകം അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് മറുപടി എടുത്ത് ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ ആൾക്കാരെ അംഗീകരിക്കുമായിരിക്കും ഒരു സമയം. ഞാനിപ്പോ മറ്റേ വീഡിയോയുടെ കമന്റ് കണ്ടപ്പോഴേ മറ്റേ ഉയര റീൽ ചെയ്തേക്കുന്നതിൽ കമന്റ് നല്ല കമന്റ്സ് ഉണ്ട് ഞാൻ കണ്ടു. അപ്പൊ അതില് നല്ലത് ചെയ്ത എന്തായാലും അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അംഗീകരിക്കും. ഒരു കാറ്റഗറി ആളുകൾ ശരിക്കും പറഞ്ഞാൽ ജാസിയുടെ നല്ല പെർഫോമൻസ് തോന്നുന്നു. ഒന്നാമത് ആൾക്കാർക്ക് എന്നോടുള്ള ദേഷ്യം എന്ന് പറയണത് ഞാൻ ആഷ് തമ്മിലുള്ള റിലേഷൻ ആണോ എനിക്കറിയില്ല. എന്താണ് ആൾക്കാർക്ക് എന്നോടുള്ള ഒരു ദേഷ്യം, എനിക്കറിയില്ല എന്തിനാണ് ആൾക്കാർ ഇന്നെ നെഗറ്റീവ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ നല്ല വീഡിയോസ് ഇട്ടാലും അതിന് താഴത്തെ ബാഡ് കമന്റ് ആണ്, എനിക്കറിയില്ല. പക്ഷെ ചില വീഡിയോസ് ഒക്കെ ഞാൻ ലാസ്റ്റ് നമ്മുടെ സേതുലക്ഷ്മി അമ്മയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൗ ഓൾഡ് ആർ യു സിനിമയിലെ. അതിന് നല്ല അതിൽ ബാഡ് കമന്റ്സ് എനിക്ക് വളരെ കുറവാണ്, ഫുൾ നല്ല കമന്റ്സുകളാ. അപ്പൊ അത് കണ്ടപ്പോഴൊക്കെ എനിക്കറിയാം നല്ലത് ചെയ്ത ആൾക്കാർ നല്ലത് പറയും. നമ്മളെ ആൾക്കാർ അങ്ങനെയാണെന്നുള്ളത് നല്ല കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇതിലൊരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഫാൻ ഗേൾ ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ പണ്ട് വീഡിയോ ഇട്ട കാലം തൊട്ട് നമുക്ക് ഉണ്ടാവില്ല, ഒന്നും ഫോളോവേഴ്സ് ഇല്ലാത്ത കാലം തൊട്ട് വന്നേക്കണേ. ആരാണത്? എനിക്ക് ഒരുപാട് പേരുണ്ട് അങ്ങനെ. ആ ഫാൻ ബോയ്ക്ക് ഒരു ഷൗട്ട് ഔട്ട് കൊടുത്തു. ആരാണത്? അങ്ങനെ ഒരാളല്ല, കുറെ ആൾക്കാരുണ്ട്. എന്റെ സ്ഥിരം എന്റെ വീഡിയോസ് വാച്ച് ചെയ്ത് എന്നെ എല്ലാ വീഡിയോസിലും അയാളെ കമന്റ് ഉണ്ടാവും. ഇവൻ ബിബു എന്ന് പറഞ്ഞൊരു കുട്ടി, ബിബു ഞങ്ങൾ നല്ല ഫ്രണ്ടാണ് ഇപ്പോ ദുബായിലുള്ള. അപ്പൊ എന്റെ എല്ലാ വീഡിയോസിലും ആളെ കമന്റ് ഉണ്ടാവും. മസ്റ്റ് അത് ആ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആളിനെ വിളിക്കുകയും ചെയ്യും. ജാസി ലാസ്റ്റ് ഇപ്പൊ വെറുതെ എല്ലാ ഭാര്യയുടെ ഒക്കെ ചെയ്തപ്പോ സത്യമാണ് അമ്മനെ ഓർമ്മ വന്നു, അത്ര അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആള് മെസ്സേജ് ചെയ്യും, കമന്റ് ഒക്കെ ചെയ്യും. ബിബു ആള് ഇവിടെ ഇപ്പൊ ദുബായിലെ ഒരു ജ്വല്ലറി വർക്ക് ചെയ്യാം. അതേപോലെ കുറെ നല്ല ആൾക്കാരുണ്ട്, കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് കുറെ ഫാൻസ് ഗേൾ ഉണ്ട്, കുറെ ഫാൻസ് ബോയ്സ് ഉണ്ട്. പണ്ട് തൊട്ട് ഫോളോവേഴ്സ് ഇല്ലാത്ത കാലം തൊട്ട് പണ്ട് തൊട്ട് അത് ബീബോക്ക് എന്നെ ടിക്ടോക്ക് മുതലേ എന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാ. അന്ന് പോലും നമ്മൾ അറിയില്ല, അങ്ങനെ ഫ്രണ്ട്സ് ആയി വന്ന വ്യക്തികളാ. അതെ, ഗ്രാജുവലി. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള നല്ല അവൻ ഇപ്പൊ സ്റ്റിൽ ഇപ്പോൾ എല്ലാ വീഡിയോസിനും കാണും. ചില അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് അവൻ സ്റ്റോറി ആക്കി അവന്റെ പേജിൽ സ്റ്റോറി ആക്കി ഇടാറുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ റിയലൈസ് ചെയ്യുക. ആ ഐഡന്റിറ്റി റിയലൈസ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനെ തന്നെ അത് ഫേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കറേജ് വേണ്ട കാര്യം. അപ്പൊ അങ്ങനെ അത്രയും ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് ആ ഒരു കറേജിന് പുറത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇത് ചെയ്ത് ലൈക്ക് ഇപ്പൊ പറയാം നമ്മുടെ ഫാമിലിയിൽ ഒതുങ്ങാണ്ട് ഫുൾ വേൾഡിനെ അല്ലെങ്കിൽ ഫുൾ സിറ്റിസൺസിനൊക്കെ കാണിക്കാൻ ആ ഒരു കറേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ലൈക്ക് അതിനുള്ള ഒരു കറേജ് എവിടെ നിന്നാണ്?
എനിക്ക് പൊതുവെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനൊരു ട്രാൻസ് ആണെന്ന് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് 2 ചേച്ചിമാരാണ്, പിന്നെ ഉമ്മ ഉണ്ട്, ഉപ്പയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയാന്നൊക്കെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ദുബായിലൊക്കെ പോയി കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ, പിന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് എന്നെ ബോൾഡ് ആക്കിയത്. ഈ കുറ്റം പറയുന്ന അല്ലെങ്കിൽ എന്നെ ഈ കളിയാക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നെ ബോൾഡ് ആക്കിയത്. പണ്ടൊക്കെ ഈ കളിയാക്കലിൻ്റെ കമൻറ്റ് വരുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാൻ മാറി ഇരിക്കുന്നു പേടിച്ചിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിന്റെ പിന്നെ നമ്മളെ ഹാപ്പിനെസ് ആണല്ലോ ഇത്. ആൾക്കാർ ഇപ്പോൾ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, നമ്മൾ വളർത്താൻ നമ്മളേ ഉള്ളൂ. ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തം ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം നമ്മൾ ഇപ്പോൾ നമ്മളെ നെഗറ്റീവാണ്, പോസിറ്റീവ് ചെയ്താലും നെഗറ്റീവ് കാണാനാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെ നല്ലത് കണ്ടാൽ നല്ലതാണ് എന്ന് പറയാൻ അധികം ആൾക്കാരുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചെറിയൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മളെ നയിക്കാൻ തുടങ്ങണം. എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഡ്രീമുകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ പല ഡ്രീമുകളും ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരും പറയാനുള്ളൊരു കാര്യം തന്നെയാണ്, ആദ്യം നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങളെ നയിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറന്റ് ലൈഫ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതെ. വേറെ എന്താണ് ലൈക്ക് വാട്ട്സ് നെക്സ്റ്റ്? ഇപ്പൊ പറഞ്ഞ മൂവീസും കാര്യങ്ങളൊക്കെ എനിക്ക് മൂവീസ് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ സീരിയൽസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ പിന്നെ 2-3 ആൽബംസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ഒരു ആൽബത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. തെൻസീർ ഖാൻ്റെ തന്നെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ട്, സെക്കൻഡ് പാർട്ട്. അതിൻ്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമകളിൽ വരുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരേ കാറ്റഗറി ഓഫ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ നോക്കണം എന്നാണ്. കാരണം ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു മൂവിയുടെ വേഷം എന്ന് പറയുന്നത് ഒരു പ്രോസിറ്റ്യൂട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. കാരണം മലയാള സിനിമക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനും അതിനെ ഒരു ഐറ്റം ഡാൻസ് ചെയ്ത അടുത്തൊരു ഐറ്റം ഡാൻസ്. എനിക്ക് ഐറ്റം ഡാൻസിനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തടിയൊക്കെ വെച്ചിട്ട് എങ്ങനെ ഐറ്റം ഡാൻസ് ചെയ്യാനാണെന്നൊക്കെ. അപ്പം എനിക്ക് നല്ല മൂവീസിൽ കുഞ്ഞൊരു വേഷമായാലും, ഇനിയിപ്പോൾ വളരെ ഒരു കുഞ്ഞു വേഷമാണെങ്കിലും ഞാൻ പോയി ചെയ്യും. പക്ഷെ നല്ല വേഷമായിരിക്കണം എന്ന് മാത്രം. അതാണ് എനിക്ക് ഡ്രീം എന്ന് പറയുന്നത്. സിനിമ തന്നെയാണ്. സീരിയലിലൊക്കെ പിന്നെ വരുന്നത് കുഞ്ഞു റോളുകളാണ്. നായികയുടെ ഫ്രണ്ടായിട്ട് കുഞ്ഞു ഇതിൽ വല്ല നേഴ്സായിട്ടോ വല്ല ഡോക്ടേഴ്സായിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ കൂട്ടുകാരത്തിൻ്റെ കൂടെ വരുന്ന ഒരു ഫ്രണ്ടായിട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. അപ്പോൾ നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ സമയമുണ്ടല്ലോ നമ്മൾക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു വേഷം വേണമെന്ന് പറഞ്ഞ് ഓടി പിടിച്ച് ആവശ്യമില്ല. അതെ, നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു ഹാപ്പിനെസ് മാത്രം. എന്തായാലും ഡ്രീംസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു. ലൈക്ക് എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഞാൻ ലൈക്ക് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ഡയറക്റ്റ് സംസാരിക്കുന്നത്. ഇത്ര ലവിങ് ഇത്ര ചാവിങ് ആയിരിക്കും ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.